ഇതാണ് മൈസൂറു റെയിൽവേ മ്യൂസിയം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെയിൽവേ മ്യൂസിയം കാണാൻ വേണ്ടി മൈസൂരിലേക്ക് എത്തുന്നത്. നമുക്കിനി ആ മ്യൂസിയം കാണാൻ ഒന്ന് കയറാം. ആദ്യം തന്നെ ഈ രീതിയിലുള്ള കവാടമാണ്. അവിടെ കവാടത്തിൽ 50 രൂപ, ഒരു തലയ്ക്ക് 50 രൂപ എന്ന ഫീസ് കൊടുത്താണ് നമ്മൾ ഈ മ്യൂസിയം കാണാൻ കയറുന്നത്. അവിടെയൊക്കെ പല എഞ്ചിനുകളും ഒരു ട്രെയിൻ ഓടുന്നുണ്ട്, അതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതിനുള്ള പാസ്സാണ് 50 രൂപ. അതുപോലെ പല ഭാഗത്ത് റെയിൽവേയുടെ പല സാമഗ്രിയും ചുറ്റുവട്ടത്ത് കാണുന്ന സ്റ്റേഷൻ. നമ്മൾ കോട്ടയത്തൊക്കെ, നമ്മുടെ നാടിൻ്റെ അടുത്ത് കോട്ടയമാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന ഒരു അനുഭൂതി വരുന്നുണ്ട്, കണ്ടില്ലേ? ആ ട്രെയിൻ ഓടുന്നത് കുട്ടികൾക്കൊക്കെ ഒരു രസമാവുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. അവിടെ ആ ട്രെയിനെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രിപ്പ് ക്യാൻസലായി, ചീറ്റിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾ മൈസൂർ യാത്ര ആരംഭിച്ചതും. അങ്ങനെ ആ ഊട്ടി ട്രെയിനിൻ്റെ ഒരു അനുഭവം ഇവിടെ ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. കണ്ടില്ല, ഏകദേശം 2 റൗണ്ടാണ് ഈ ട്രെയിൻ കറങ്ങുന്നത്. അത്രയും സമയമുള്ള നമുക്ക് അവസരമുള്ളൂ. അതുപോലെ ഒരുപാട് പേര് യാത്രക്കാർ വരുന്നതുകൊണ്ട് 2 റൗണ്ട് ആകുമ്പം ഇറക്കി വിടുക, അടുത്തതിൽ കയറുക എന്ന രീതിയാണ്. ഇത് ഞങ്ങളങ്ങനെ ട്രെയിൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതാ ആ ട്രെയിൻ ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേഷനിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കുട്ടികൾക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രെയിനാണ്. ഒരു മുതിർന്നവർക്കും കയറാം എന്നാണ്. ഇത് അങ്ങനെ ട്രെയിൻ വരികയാണ്. ഇതാണ് മൈസൂർ റെയിൽ മ്യൂസിയം. റെയിൽവേയുടെ പല എഞ്ചിനുകളും പല ഘടകങ്ങളും സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമാണ് മൈസൂറു റെയിൽ മ്യൂസിയം. ഈ റെയിൽ മ്യൂസിയം ഉള്ളത് മൈസൂറു റെയിൽവേ സ്റ്റേഷന് സമീപം കൃഷ്ണരാജ് സാഗർ റോഡിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. 1979 ഇന്ത്യൻ റെയിൽവേ ഈ റെയിൽ മ്യൂസിയം ആരംഭിച്ചത്. നമ്മൾ ആ കണ്ട റെയിൽവേ കറങ്ങി വന്നതിന് ശേഷം നമ്മൾ ആ വാഹനത്തിൽ, ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാണ്. നല്ല അനുഭവമാണ്. പ്രത്യേകതര സൗണ്ടും നല്ല കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റെയിൽവേ തന്നെയാണ്. ആ രീതിയിലുള്ള നെയിം ബോർഡ് സെൻട്രൽ പാർക്ക് എന്നാണ് ആ ഒരു സ്റ്റേഷൻ്റെ പേര്. എന്നാൽ നമ്മളങ്ങനെ ആ കുലുങ്ങി കുട്ടികളുടെ ഒപ്പം യാത്ര ചെയ്യണമല്ലേ. ഫ്രണ്ട് വശങ്ങളില്ല, ഞാൻ ഏക്കാലും കയറിയത് ആ ട്രെയിനിൻ്റെ വാലറ്റത്താണ്. തലയിൽ നിൽക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ഏറ്റവും വാലറ്റ് കയറി അതിൻ്റെ ഫ്രണ്ട് വീക്ഷിക്കുകയാണ്. നല്ല രസമാണ്. പിന്നെ അതുപോലെ ഇടതൂർന്ന് വളർന്ന മരങ്ങളുണ്ട്, നല്ല തണലാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ പിള്ളേരുമായിട്ട് നല്ല അരങ്ങായിട്ടുള്ള റെയിൽവേ യാത്രയാണ്. അതുപോലെ ധാരാളം പേര് വന്നിറങ്ങുന്നുണ്ട് അടുത്ത തവണ കയറാൻ വേണ്ടി. അതുപോലെ എഞ്ചിൻ്റെ പാളം, എഞ്ചിൻ, ബോഗി, അതുപോലെ റെയിൽവേ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഈ ഒരു കോമ്പൗണ്ടിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു തുരങ്കം വഴി കയറുന്ന ഒരു അനുഭവം. ഒരു ചെറിയൊരു തുരങ്കമുണ്ട്, ഒരു പുൽമേട് കൊണ്ടുള്ള ഒരു തുരങ്കം. നിങ്ങൾ മൈസൂർ വരികയാണ്, തീർച്ചയായും ഇവിടെ സന്ദർശിക്കണം. നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവം കാഴ്ചവെക്കാൻ പറ്റി. ആ ട്രെയിൻ വരുന്ന രംഗമാണ്. നമ്മുടെ സ്റ്റേഷനോട് ചേർന്നാണ് ഈ വന്നിരിക്കുന്നത്. നല്ല ധാരാളം യാത്രക്കാർ, അവരുടെ മുഖം കണ്ടാൽ അറിയാം ആ യാത്രയിൽ, ആ ട്രെയിനിലെ അനുഭവം. നല്ല രസമുള്ള കാഴ്ചയും കൂടിയാണ് ഈ റെയിൽ മ്യൂസിയം. അതുപോലെ ഈ റെയിൽ മ്യൂസിയത്തിന് ഇന്ത്യയിലെ 2ാമത്തെ റെയിൽ മ്യൂസിയമാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ നിൽക്കുന്ന ഈ മൈസൂർ റെയിൽവേ മ്യൂസിയം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ റെയിൽവേ മ്യൂസിയത്തിൽ ധാരാളം ട്രെയിനിൻ്റെ ചിത്രശാലകളും അതുപോലുള്ള ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതിയും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കുട്ടികളുമായിട്ടുള്ള ബാട്ടിൽ ഘടിപ്പിച്ച ഒരു ചെറിയ ട്രെയിനാണ്. ഇത് തുരങ്കത്തിലൂടെ പോകുന്ന അനുഭവം നല്ല രസമാണ്. ഇത് ബാറ്ററിയാൽ നിർമ്മിച്ച, ബാറ്ററിയുടെ പ്രവർത്തനം കൊണ്ട് ഓടുന്ന ഒരു ട്രെയിനാണ്. നല്ല രസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ നല്ല രസമാണ്. കാരണം നിങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ ഈ റെയിൽവേ മ്യൂസിയം കൂടിയും സന്ദർശിക്കാം, കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. അങ്ങനെ ഇന്നത്തെ ഈ റെയിൽവേ മ്യൂസിയം മൈസൂരിൽ വന്നാൽ കാണേണ്ട ഒരു സംഗതിയും കൊണ്ടാണ് റെയിൽവേ മ്യൂസിയം എന്നുള്ളത്. നല്ല രസമാണ്, നല്ല എൻജോയ് ചെയ്യാൻ. അങ്ങനെ നമ്മളങ്ങനെ റെയിൽവേ മ്യൂസിയത്തിൻ്റെ 2 റൗണ്ട് കറങ്ങിയ ശേഷം നമ്മൾ ഇറങ്ങാൻ വേണ്ടി നമ്മുടെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ
നമ്മൾ ആ ട്രെയിനിൽ നിന്നും ഇറങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് അടിക്കുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നൊരു ചെറിയ ബ്രേക്ക്. അപ്പോൾ മൈസൂരിലെ റെയിൽവേ മ്യൂസിയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു.